ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ്. റമളാനൊക്കെ അടുത്ത് വരുമ്പോൾ അവിടെയൊക്കെ തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പണി ജനൽ തുടക്കലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തുടക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പണിയുണ്ട് കേട്ടോ. അഞ്ചര പിന്നെ ഞാൻ കുറേ ട്രാൻസ്ലേഷനൊക്കെ ചെയ്യാൻ നോക്കിട്ടോ. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ നടന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓരോ കമ്പികളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 4 ഉണ്ട്. 4 കമ്പി പോലെ അങ്ങനെ 4 ഉണ്ട് കേട്ടോ. 4 തുടക്കണം. നല്ല പണിയുണ്ട്, കഷ്ടപ്പാട് തന്നെ കേട്ടോ. ഞാൻ സൂം ചെയ്ത് കുറച്ച് നേരം ഇത് ഇതാക്കാൻ നോക്കി, പക്ഷെ അത് നടന്നില്ല. ഞാൻ ഇറക്കി വെച്ചിട്ടോ. വീണ്ടും ഞാൻ കമ്പി തുടക്കുകയാണ്. ഞാൻ നല്ല രീതിക്ക് എല്ലാം നന്നായി തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ കമ്പിയും കുറേ ജനലുണ്ട്. അങ്ങനെ എല്ലാ കമ്പിയൊക്കെ തുടച്ച് കുറച്ച് വൃത്തിയാക്കി ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. നന്നായി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇക്കല്ല കേട്ടോ, ഞാനവിടെയൊക്കെ ഞാൻ ട്രാൻസ്ലേഷൻ ആവാൻ വിചാരിച്ചു കേട്ടോ. കണ്ടോ, എന്തോ പോലെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കണ്ടു ഇവിടെയൊക്കെ ചേരുണ്ട്, അവിടെയൊക്കെ ഞാൻ തുടച്ച് പോകണുള്ളൂ. അതിന് ശേഷം ഞാൻ കിച്ചണിൽ പോയി നോക്കി, അവിടെ എന്തൊക്കെ ആക്കിയായിരുന്നു കേട്ടോ. ഞാൻ എന്താ നോക്കിയപ്പോൾ നമ്മൾ കോവക്ക ഫ്രൈ നന്നായി മൊരിയാണ്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടോന്നറിയില്ല, നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ 2-3 എടുത്തിട്ട് ഇടയിൽ തിന്നണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടായി ഞാൻ നോക്കിയിട്ട്. പിന്നെ ചോറുണ്ട്, കറിയുണ്ട്, ഉപ്പേരിയുണ്ട്, അതിൽ കോവക്ക ആയിട്ടുണ്ട്. പിന്നെ ഫിഷ് ഉണ്ട്. പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പേപ്പർ സോപ്പില്ലേ, പലതരത്തിലുള്ള പേപ്പർ സോപ്പുണ്ട്. ലവ് ഉണ്ട്, ഹാർട്ടുണ്ട്, ഓവലുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുളിക്കാൻ പോവാനും ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. ഫിഷ് ഞാൻ ഫുഡ് കഴിക്കാൻ കയറി. ഉപ്പേരുണ്ട്, ചോറുണ്ട്, മോരുണ്ട്, മീൻ കറിയുണ്ട്, ഫിഷുണ്ട്, പിന്നെ ഒരു പാത്രത്തിൽ കോവയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം കുറച്ച് ടി വി ഒക്കെ കണ്ടിട്ട് കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പാക്കറ്റ് ലേസും ചായയും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ കുടിച്ച് ചില്ലായിരിക്കുകയായിരുന്നു കേട്ടോ. കണ്ടോ, ഇറാനി ചായയൊക്കെ മുഴുവൻ ആരൊക്കെ ബണ്ണൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ടായി, ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് പോയി കാണുക കേട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ സൂം ചെയ്ത് നോക്കണം എന്താണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ തേങ്ങയില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കണം. പിന്നെ അതിൽ ചൂടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലേറ്റൊക്കെ അടിച്ചിട്ടാണ്. ഞാൻ തന്നെ വൈകിട്ട് 4-5 എണീറ്റുള്ളൂ കേട്ടോ. ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിക്കാൻ പഠിച്ചു. നല്ല പച്ചല്ല കേട്ടോ, നല്ലൊരു ഇല ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ചെടിയുണ്ട്. പലതരത്തിലുള്ള പല രീതി ചെടികളും ഞങ്ങളുടെ വീട്ടിലുണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, പേരൊന്നും അറിയില്ല. കറ്റാർ വാഴ ഒക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വരണുള്ളൂ. ഞാനൊക്കെ ഭയങ്കര വെള്ളമൊടിയിലാണ്. ഞാൻ ഫോൺ എടുത്ത് വെക്കുമ്പോൾ അതാക്കാണ് കേട്ടോ. എങ്ങാനും വീണ് പോയാലോ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ വെള്ളം വെച്ചിട്ട് പൈപ്പ് ഓഫ് ചെയ്തു. പിന്നെ ഒരു ഡാൻസ് വീഡിയോ എടുക്കാൻ വെച്ചിട്ടോ. കണ്ടോ, ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറേ തോറ്റതായിപ്പോയി. ഇതാണ് എൻ്റെ ഒരു കമ്മൽ. കണ്ടോ,
ഞാൻ വാങ്ങിയാണ്. പിന്നെ ഡെസ്ക് ഒന്ന് ഒതുക്കി വയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇനി അതൊക്കെ എന്താ കയ്യിൽ മേലെ കേട്ടോ ഇരിക്കണേ. ഞാനതൊക്കെ എടുക്കാൻ പോകണമെന്ന് അതൊക്കെ ഫോൺ ഞാൻ സൈഡിൽ വെച്ചിട്ട് അത് ഞാനൊന്ന് എടുക്കാൻ പോവാണ്. പൊടി പിടിച്ച് കിടക്കുക കേട്ടോ. ഞാനൊക്കെ വേഗം എടുത്തിട്ടു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ബോക്സിൽ കാണുന്ന രീതിയില്ല, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ ഞാനതൊക്കെ എടുത്തിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഒരു പെട്ടി നിറച്ച് കളേഴ്സാണുള്ളത്. പിന്നെ ഈ ബോക്സിൽ ഇതിലുണ്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൽ ഉണ്ടാക്കാൻ വെച്ചതാണ്. ഐസ്ക്രീം സ്റ്റിക്കുണ്ട്, പിന്നെ സ്ലാപ്പർ, പെന്ന്, ഹൈലൈറ്റർ, പച്ച കേട്ടോ. പിന്നെ അതിൽ കളറ് പിന്നെ ഒരു മാലയുടെ ഇതുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇത് കാണാം. ആ കലമുണ്ട് മായ്ക്കെടുക്കുകയാണ്. അത് ഞാൻ വൃത്തിയാക്കില്ല. ഈ ബോക്സിൽ സ്റ്റിക്കേഴ്സും കൈ ചെയിൻസും ഉണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു കൈ ചെയിൻ സെറ്റാണ്. അതിൽ കുറേ ലെറ്റേഴ്സ്, കീ ചെയിൻസും ഒരുപാട് ഐറ്റംസ് അതിൽ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ ഒന്ന് വാങ്ങും. നമുക്ക് ഇതിലും മുത്തുകളൊക്കെ കുറച്ച് തന്നെ ഉള്ളൂ. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതാക്കാനും ലവ് പോലത്തെ ഒരുപാട് പിന്നെ കൊളുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അങ്ങനെ എന്നൊക്കെ വൃത്തിയാക്കിയിട്ട് എന്തൊക്കെയാണോ പിന്നെ കുറച്ച് എഴുതാനുണ്ട്. എന്തൊക്കെയോ അത് കുറേ എഴുതാനുണ്ടായിരുന്നു. കുറച്ച് എഴുതുള്ളൂ കേട്ടോ. അതുകൊണ്ടൊന്നും ഞാൻ എഴുതാറില്ല. കുറച്ച് എഴുതിയിട്ട് അവിടെ വയ്ക്കും, പിന്നെ കുറച്ച് എഴുതിയിട്ട് എഴുതുള്ളൂ. അതാണ് രസഭാവം. കുറേ എഴുതാണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാണ് കമ്മൽ. പിന്നെ ഞാൻ ക്രോഷ്യ പഠിക്കുന്നുണ്ട്. എന്നാലും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോഷ്യയുടെ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മുത്തറിയാൻ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ യൂണിക്കോൺ ഞാൻ എടുത്ത് കാണിച്ചു തരാം. നേരത്തെ എടുത്ത് കാണിച്ചില്ലാന്ന് തോന്നുന്നു. ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് യൂണിക്കോൺ. ഞാനൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ റിപ്പീറ്റായി വന്നതാട്ടോ. ഉണ്ടോ ഞാൻ ആ സാധനം കാണിച്ചില്ലല്ലോ. പിന്നെ ക്രിസ്മസ് തീമിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ബുക്ക് കേട്ടോ. ഞങ്ങൾ ടീച്ചർ എപ്പോഴും ഹാൻഡ് റൈറ്റിംഗ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലർക്ക് സ്റ്റാർ ഇട്ടാറുണ്ട് കേട്ടോ. ചിലത് കുഡ് ഇട്ടാറുണ്ട്. ചിലത് സ്റ്റാർ കണ്ടോ അതിൽ കുട്ടിട്ട് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റാറുണ്ട്, കുഡുണ്ട്. ചിലപ്പോഴൊക്കെ വെരി ഗുഡ് ഇട്ടാറുണ്ട് കേട്ടോ. കുറേ കുട്ടുണ്ട് കണ്ടത്. ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ഡിസൈനും. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത ഡിസൈൻ. എൻ്റെ മത്സ്യകന്യയുടെ ഒരു പവച്ചാണ്. പിന്നെ ഫ്രണ്ട്സിന് ഞാൻ കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മഞ്ഞ ബണ്ണുണ്ട്, പിന്നെ ബ്രൗൺ ബണ്ണുണ്ട്, അതും കുറച്ച് കുത്തു. പിന്നെ 2 പച്ചയുണ്ട്, 2 ബ്ലൂ ഉണ്ട്. ബ്ലൂ ആട്ടോ കുറച്ച് ഇഷ്ടപ്പെട്ട. പിന്നെ മഞ്ഞ. ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്. നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ എല്ലാവർക്കും ബൈ ബൈ.